Hello all, welcome back to LEARNINO. Tradesman Electrical's Module 10 നിന്ന് വരുന്ന MCQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ആണ് Module 10ലെ മെയിൻ ടോപ്പിക്. അതിനുള്ളിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. Which electric lines connect the substation to distributors in distribution system? Options are option A feeders, option B distributors, option C grid and option D service mains. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സബ്സ്റ്റേഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ഏതാണ്? ഫീഡേഴ്സ് ആണ്. ഓപ്ഷൻ എ ഫീഡേഴ്സ്. ഇനി ഓപ്ഷൻ ബിയിൽ തന്നേക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട്പുട്ടിനെ ക്യാരി ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഗ്രിഡ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ്. അതായത് ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഗ്രിഡ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഈസ് സർവീസ് മെയിൻസ്. ഡിസ്ട്രിബ്യൂട്ടർ ടു കൺസ്യൂമർ കണക്ഷൻ തരുന്ന കണ്ടക്ടേഴ്സ് ആണ് സർവീസ് മെയിൻസ്. ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് about the electric line which connects substation to distributors, and that is feeders. So option A is the right answer. So feeder connects substation to distributor. Distributors carry output from distribution transformer, and service mains connects consumer to the distributor directly, and grid is a network which interconnects generation, transmission and distribution units. Question number 2. What is the insulation resistance between any two conductors in a medium voltage domestic installation as per IE rules? Options are option A infinity, option B more than 1 mega ohm, option C more than 2 mega ohms and option D more than 3 mega ohms. മീഡിയം വോൾട്ടേജ് ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷനിൽ രണ്ട് കണ്ടക്ടേഴ്സിനിടയ്ക്ക് ഉള്ള റെസിസ്റ്റൻസ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എത്രയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി മിനിമം 1 മെഗാ ഓം എന്നാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്, മോർ ദാൻ 1 മെഗാ ഓം. ആസ് പെർ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് 1956, ഫോർ മീഡിയം ആൻഡ് ലോ വോൾട്ടേജ് ഇൻസ്റ്റാളേഷൻസ് ദി ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഷുഡ് ബി at least 1 mega ohm. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മോർ ദാൻ 1 മെഗാ ഓം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ഡൈവേഴ്സിറ്റി ഫാക്ടർ? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ഓവർ എ ഗിവൺ പീരീഡ് ടു ദ മാക്സിമം ഡിമാൻഡ് occurring in that period. ഓപ്ഷൻ ബി റേഷ്യോ ഓഫ് ടോട്ടൽ കണക്റ്റഡ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സിസ്റ്റം അണ്ടർ കൺസിഡറേഷൻ. Option C ratio of sum of the maximum demand to the total connected load on the system under consideration. Option D ratio of sum of maximum demands of the various parts of a system to the coincident maximum demand of the whole system. Diversity factor. എന്താണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഡൈവേഴ്സിറ്റി ഫാക്ടർ is the ratio of sum of individual maximum demands to the maximum demand of the system. So here the answer is option D, ratio of sum of maximum demands of the various parts of a system to the coincident maximum demand of the whole system. A power station supplies load to different types of consumers. ഈ കൺസ്യൂമേഴ്സിൻ്റെ എല്ലാം മാക്സിമം ഡിമാൻഡ്സ് ഒരേ ടൈമിലായിരിക്കില്ല നടക്കുന്നത്. And there comes the importance of diversity factor. ഇപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സിസ്റ്റം. സോ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹാസ് എ ഗ്രേറ്റ് റോൾ ഇൻ ഡിറ്റർമിനിങ് ദ പ്ലാന്റ് കപ്പാസിറ്റി. ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും അല്ലേ? മാക്സിമം ഡിമാൻഡ് ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ആയിരിക്കും. സോ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ കൂടുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് മാക്സിമം ഡിമാൻഡ് ഓൺ ദ സിസ്റ്റം കുറയും. ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ കൂടുമ്പോൾ മാക്സിമം ഡിമാൻഡ് കുറയും. ദാറ്റ് മീൻസ്
പ്ലാന്റ് കപ്പാസിറ്റി കുറച്ച് അവിടെ ആവശ്യമുള്ളൂ. സോ ഇൻ ദാറ്റ് കേസ് the cost of the plant is reduced, or we can say cost of power generation is lesser. So greater the diversity factor, lesser is the cost of generation of power. Question number 4. What is the voltage ratio in AC distribution line adopted for domestic consumers? Options are option A 415 volt 240 volt, option B 240 volt 110 volt, option C 415 volt 110 volt, and option D 11 kV 415 volt. ഇപ്പോൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ വരുന്ന വോൾട്ടേജ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, 415 volt 240 volt. 415 volt for 3 phase and 240 single phase. Question number 5. What is the name of the insulator used in OH lines? നമുക്കിവിടെ ഒരു ഇൻസുലേറ്റർ ഫിഗർ തന്നിട്ടുണ്ട്. സോ അതേത് ഇൻസുലേറ്റർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പിൻ ഇൻസുലേറ്റർ, ഓപ്ഷൻ ബി പോസ്റ്റ് ഇൻസുലേറ്റർ, ഓപ്ഷൻ സി സ്ട്രെയിൻ ഇൻസുലേറ്റർ, ആൻഡ് ഓപ്ഷൻ ഡി ഷാക്കിൾ ഇൻസുലേറ്റർ. ഓവർ ഹെഡ് ലൈൻസിൽ യൂസ് ചെയ്യുന്ന വിച്ച് ഇൻസുലേറ്റർ ഇസ് ദിസ്? ദിസ് ഇസ് എ ഷാക്കിൾ ഇൻസുലേറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഷാക്കിൾ ഇൻസുലേറ്റർ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ് ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പിൻ ഇൻസുലേറ്റർ 33 kV വരെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ സ്ട്രെയിൻ ഇൻസുലേറ്റർ, ഡെഡ് എൻഡ് അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ കോർണേഴ്സ് ഒക്കെ വരുന്ന ഭാഗത്താണ് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ലൈനിന് കൂടുതൽ ടെൻഷൻ ഉണ്ടാവുന്ന കേസിലാണ് സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഷാക്കിൾ ഇൻസുലേറ്റർ, ലോ വോൾട്ടേജിൽ യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആണ് ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ്. ലെസ് ദാൻ 11 kVയിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പോസ്റ്റ് ഇൻസുലേറ്റർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് അപ് ടു 1100 kV. Question number 6. What is the name of the line insulator? Options are option A pin type insulator, option B strain insulator, option C shackle type insulator, and option D suspension type insulator. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇൻസുലേറ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. വിച്ച് ഇൻസുലേറ്റർ ഇസ് ദിസ്? ദിസ് ഈസ് എ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ. സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് പോർസലൈൻ ഡിസ്ക്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ഡിസ്ക് കാണാം. ഈ ഡിസ്കിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. അതായത് മെറ്റൽ ലിങ്ക്സ് യൂസ് ചെയ്ത് പോർസലൈൻ ഡിസ്കിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് എ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിൻ്റെ ബോട്ടം എൻഡിലാണ് ലൈൻ കണ്ടക്ടർ വരുന്നത്. ആൻഡ് അപ്പർ എൻഡ് ഓഫ് ദ സ്ട്രിങ് ഈസ് കണക്റ്റഡ് ടു ദ ക്രോസാം ഓഫ് ദ സ്റ്റീൽ ടവർ. So it's a suspension type insulator. ഹൈ വോൾട്ടേജ് കേസസിലാണ് ഈ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് അപ് ടു 33 kV യൂസ് ചെയ്യുന്നു. ആൻഡ് മോർ ദാൻ 33 kV വരുമ്പോൾ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. Question number 7. Which is the permissible load for lighting subcircuit in domestic wiring as per IE rules? Options are option A 800 watt, option B 1200 watt, option C 2400 watt, and option D 3000 watt. അപ്പോൾ ലൈറ്റിംഗ് സബ്സർക്യൂട്ടിൻ്റെ മാക്സിമം ലോഡ് എത്രയാണ്? 800 വാട്ട്. ഓപ്ഷൻ എ 800 വാട്ടാണ് വരുന്നത്. ഇതിൽ 3000 വാട്ടുമായിട്ട് കൺഫ്യൂഷൻ ആവേണ്ട. 3000 വാട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? പവർ സബ് സർക്യൂട്ടിൻ്റെയാണ്. പവർ സബ് സർക്യൂട്ടിൻ്റെ മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 3000 വാട്ടാണ്. ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൻ്റെ മാക്സിമം ലോഡ് is 800 watt. Option A is the answer. അപ്പോൾ ആസ് പെർ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് the maximum permissible load in a lighting subcircuit should not be more than 800 watts. അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിലെ മാക്സിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 10 ആണ്, 10 പോയിൻറ്റ്സ്. ഇനി പവർ സബ് സർക്യൂട്ടിലെ
maximum load, power subcircuit's maximum load should not be more than 3000 watt. Question number 8. What is the reason for the conductor cross-sectional area can fully utilized on transmission of DC as compared to AC? Options are option A, no heat loss, option B, no skin effect, option C, no power loss, ഓപ്ഷൻ ഡി നോ കൊറോണ ലോസ്. ഏതാണ്? ഇപ്പോൾ നമ്മൾ ഡി സി യൂസ് ചെയ്ത് ട്രാൻസ്മിഷൻ, പവർ ട്രാൻസ്മിഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ കണ്ടക്ടർ ക്രോസ് സെക്ഷൻ ഏരിയ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ എ സി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ അവിടെ കുറയുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? സ്കിൻ എഫക്റ്റ് ആണ്. എ സി ട്രാൻസ്മിഷൻ വരുമ്പോൾ അവിടെ സ്കിൻ എഫക്റ്റ് വരുന്നുണ്ട്, ബട്ട് ഡി സിയിൽ സ്കിൻ എഫക്റ്റ് ഇല്ല. So here the answer is option B, no skin effect. No skin effect in DC. ഒരു കണ്ടക്ടറിലെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ അൺഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതാണ് സ്കിൻ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറൻസ് കൂടുതലായിട്ടും സ്കിൻ ഓഫ് ദി കണ്ടക്ടർ അല്ലെങ്കിൽ സർഫസ് ഓഫ് ദി കണ്ടക്ടറിൽ അക്യൂമുലേറ്റ് ചെയ്യുകയാണ്. കോർ ഓഫ് ദി കണ്ടക്ടറിൽ ഉള്ളതിനേക്കഴിഞ്ഞും കൂടുതൽ കറണ്ട് കണ്ടക്ടറിൻ്റെ സർഫസിൽ ഫ്ലോ ചെയ്യുന്നതാണ് സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് കൂടുന്നു. ആൻഡ് സ്കിൻ എഫക്റ്റ് ക്യാൻ കോസ് പവർ ലോസ് ആൻഡ് ഹീറ്റിംഗ് ഓഫ് ദി കണ്ടക്ടർ. ഡയറക്റ്റ് കറണ്ടിൻ്റെ കേസിൽ കണ്ടക്ടറിൽ യൂണിഫോം ആയിട്ടാണ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത്. സോ ദർ ഈസ് നോ സ്കിൻ എഫക്റ്റ് ഇൻ DC. Question number 9. Why the disc pin insulator's outer surface is made by glazing and bend the sides inward? Options are option A, to withstand high voltage, option B, not to attract birds to sit on it, option C, to offer high mechanical strength, and option D, disables continuous water flow in rainy season. Pin insulators in the outer surface glazing ആയിട്ട് വെക്കുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് bend the sides inwards. What is the reason for that? To disable continuous water flow in rainy season. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ റെയിനി സീസണിൽ വാട്ടർ ഉള്ളിലേക്ക് പോകാതിരിക്കാനും അതുപോലെ തന്നെ ഡേർട്ടും മോയ്സ്ചറും ഒക്കെ അക്യൂമുലേറ്റ് ചെയ്ത് അവിടെ സർഫസ് ലീക്കേജ് ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇൻസുലേറ്റേഴ്സിനെ ഗ്ലേസ് ചെയ്യുന്നതും അതിനൊരു ഇൻവേർഡ് ബെൻഡ് കൊടുക്കുന്നതും. And also this glazing improves the mechanical strength and provides a smooth and shiny surface. Question number 10. What is ACSR stands for? Options are option A, all conductors steel reinforced, option B, aluminum core steel reinforced, option C, aluminum covered steel reinforced, and option D, aluminum conductor steel reinforced. ACSR. എന്താണ് ACSRന്റെ ഫുൾ ഫോം? Aluminum conductor steel reinforced. Option D is the answer. ACSR is aluminum conductor steel reinforced. അപ്പോൾ അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് ഓർ ACSR കണ്ടക്ടേഴ്സ്. ഇപ്പോൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്. ഇറ്റ് ക്യാൻ ഹാൻഡിൽ മോർ ലൈൻ ടെൻഷൻസ് ആൻഡ് സാഗ് ഈസ് റെഡ്യൂസ്ഡ്. സോ ലോങ്ങർ സ്പാൻ ലെങ്സ് ക്യാൻ ബി അച്ചീവ്ഡ്. മീഡിയം ആൻഡ് ലോങ് സ്പാൻസിലാണ് ഈ ACSR കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ACSR കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കോപ്പർ കണ്ടക്ടേഴ്സിനെ കഴിഞ്ഞും കൂടുതലാണ്. Question number 11. Which type of AC transmission is universally adopted? Options are option A, 2-phase 4-wire, option B, 2-phase 3-wire, option C, single-phase 2-wire, and option D, 3-phase 3-wire. Universally adopted AC transmission. ഏതാണ്? 3-phase 3-wire. ഓപ്ഷൻ ഡി ആണ്. 3-phase 3-wire ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസിൻ്റെ കേസ് ഒന്ന് നോക്കാം. പ്രൈമറി ട്രാൻസ്മിഷനിൽ 132 kV 3-phase 3-wire സിസ്റ്റം യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സെക്കൻഡറി ട്രാൻസ്മിഷനിൽ വോൾട്ടേജ് വരുന്നത് 33 kV ആണ്. 33 kV 3-phase 3-wire സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ്
പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ വോൾട്ടേജ് 33 kV യിൽ നിന്നും 11 kV യിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നത് 3 phase 3 wire സിസ്റ്റം. ആൻഡ് നെക്സ്റ്റ് വൺ നോട്ട് ചെയ്യേണ്ടത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ 3 phase 4 wire സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. 3 phase 4 wire സിസ്റ്റം. ആൻഡ് ദ വോൾട്ടേജ് ഈസ് റെഡ്യൂസ് ടു 400 volt. Question number 12. What is the reason of keeping binding wire gap too close and very tight in pin insulator? Options are option A, avoid sparking, option B, avoid corrosion, option C, avoid oxide formation, option D, avoid atmospheric pressure. അപ്പം വൈൻഡിങ് വയറിൻ്റെ ഗ്യാപ്പ് വളരെ കുറച്ച് ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇൻ ദ കേസ് ഓഫ് എ പിൻ ഇൻസുലേറ്റർ. എന്താണ് അതിൻ്റെ റീസൺ? ടു അവോയ്ഡ് സ്പാർക്കിംഗ്. ഓപ്ഷൻ എ, അവോയ്ഡ് സ്പാർക്കിംഗ് ഈസ് ദ ആൻസർ. പിൻ ടൈപ്പ് ഇൻസുലേറ്ററിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ക്രോസാമിലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ എൻഡിലാണ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് 33 kV വരെയാണ് യൂസ് ചെയ്യുന്നത്, അപ് ടു 33 kV. അപ്പം എബോവ് 33 kV ദ പിൻ ടൈപ്പ് ഇൻസുലേറ്റർ ബിക്കംസ് ബൾക്കി ആൻഡ് ഇറ്റ് ഈസ് അൺഎക്കണോമിക്കൽ. സോ എബോവ് 33 kV യൂസ് ചെയ്യുന്നത് സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആണ്. Question number 13. What is the purpose of crossarm used in electric poles? Options are option A, supporting the line conductors, option B, holding the insulators on overhead line, option C, avoid short circuit between conductors, and option D, reduces conductor sag between supports. ക്രോസാമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എന്തിനാണ് ക്രോസാം യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് ദ ഇൻസുലേറ്റേഴ്സ് ഓൺ ഓവർഹെഡ് ലൈൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, ഹോൾഡിംഗ് ദ ഇൻസുലേറ്റേഴ്സ് ഓൺ ഓവർഹെഡ് ലൈൻ. അപ്പോൾ ഇലക്ട്രിക്കൽ ക്രോസാംസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലൈൻസിലെ കണ്ടക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് യൂസ് ടു ഹോൾഡ് ദ ഇൻസുലേറ്റർ ആൻഡ് കേബിൾ ക്ലോസ് ടു ദ ടവർ. അതുപോലെ തന്നെ കണ്ടക്ടറിനെ സേഫ് ആയിട്ട് ഗ്രൗണ്ട് ലെവലിന് എബോ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇലക്ട്രിക്കൽ ക്രോസാംസ് ആണ്. Question number 14. What is the advantage of AC power transmission? Options are option A, corona loss is negligible, option B, stress on transmission lines is minimum, option C, low voltage drop in transmission lines, and option D, voltage can be stepped up and stepped down easily. AC power transmission's advantage ഏതാണ്? വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ഈസിലി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് എ സി ട്രാൻസ്മിഷൻ. പവർ ജനറേഷൻ ക്യാൻ ബി ഡൺ അറ്റ് ഹൈ വോൾട്ടേജസ്. അതുപോലെ എ സി വോൾട്ടേജിനെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഹെൽപ്പോട് കൂടി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ സാധിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് പവർ ട്രാൻസ്മിഷൻ ക്യാൻ ബി ഡൺ അറ്റ് ഹൈ വോൾട്ടേജസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡൺ അറ്റ് ലോ വോൾട്ടേജസ് എഫിഷ്യൻ്റ്ലി. ഇനി എ സി സബ്സ്റ്റേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഈസിയാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് പോലെയുള്ള സ്വിച്ച് ഗിയേഴ്സ് എ സിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ എ സി സ്വിച്ച് ഗിയേഴ്സ് കമ്പയർ ടു ഡി സി സ്വിച്ച് ഗിയേഴ്സ് ചീപ്പാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എ സി ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ കൺസ്ട്രക്ഷൻ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ എ സി ട്രാൻസ്മിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 wire സിസ്റ്റമാണ്. 3 wire സിസ്റ്റം വരുന്നതുകൊണ്ട് അവിടെ കണ്ടക്ടർ മെറ്റീരിയൽ കൂടുതലായിട്ട് വേണം. ആൻഡ് സ്കിൻ എഫക്റ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം എ സി ട്രാൻസ്മിഷനിലാണ് ഈ സ്കിൻ എഫക്റ്റ് ഉണ്ടാകുന്നത്. സ്കിൻ എഫക്റ്റ് കാരണം എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഡിക്രീസസ്. അത് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദിസ് എ സി ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് ലൈൻ കപ്പാസിറ്റൻസ്. ഈ ലൈൻ കപ്പാസിറ്റൻസ് കൊണ്ട് അവിടെ പവർ ലോസ് ഉണ്ടാകുന്നുണ്ട്. Question number 15. What is the advantage of overhead lines compared to underground cables? Options are option A, public safety is more, option B, faults can be located easily,
Option C, no interference with the communication lines. And option D, not liable to the hazards from lightning discharges. ഇപ്പോൾ ഓവർഹെഡ് ലൈൻസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് കേബിൾസ് രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓവർഹെഡ് ലൈൻസിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഫോൾസ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഈസിലി. ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതിൽ ഓവർഹെഡ് ലൈൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോൾസ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഈസിലി. Advantages of overhead lines. Overhead lines compared to underground cables less expensive. ആൻഡ് ഓൾസോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ നമ്മൾ കേബിൾസ് ലേ ചെയ്യണമെങ്കിൽ അതിൽ വളരെ കോംപ്ലക്സ് ആൻഡ് ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആവശ്യമാണ്. ആൻഡ് ഓവർഹെഡ് ലൈൻസ് അപ്ഗ്രേഡ് ചെയ്യാനും ഈസിയാണ്. അതുപോലെ ഓവർഹെഡ് ലൈൻസിൽ ഡാമേജ് അല്ലെങ്കിൽ ഫോൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ വോൾട്ടേജസിൽ ഓവർഹെഡ് ലൈൻസ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് കേബിൾസ് ലോ ഓർ മീഡിയം വോൾട്ടേജസിലാണ് പ്രിഫർ ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് വിഷ്വൽ ഇമ്പാക്റ്റ് ആണ്. എന്നാലും മോർ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഓവർഹെഡ് ലൈൻസ് ആണ്.